സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവെയ്ൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് നല്ലൊരു മെന്ററിന്റെ സാന്നിധ്യം ഒരു വിവാഹ ബന്ധത്തെ മനോഹരമാക്കും എന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എപ്രകാരം നമുക്ക് നല്ലൊരു മെന്ററെ കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്ക് കേൾക്കാം നമ്മുടെ ദമ്പതികളിൽ നിന്ന്. ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം എന്താ പേര്? എൻ്റെ പേര് അനി ജോസഫ്. അനി ജോസഫ്. ആൻഡ് മഞ്ജു. അനി ആൻഡ് മഞ്ജു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേരും? വർഗീസ് തണൽ. ആൻഡ് ഷൈനി വർഗീസ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. പേര്? അപ്രയം കല്ലേലി. അപ്രയം. ഓക്കെ. അപ്രയം ആൻഡ് ഷൈനി. ഓക്കെ. അപ്പൊ നിങ്ങൾക്കും രണ്ടുപേർക്കും പ്രത്യേക സ്വാഗതം. എൻ്റെ പേര് ഡിജോ സെബാസ്റ്റ്യൻ. ഡിജോ ആൻഡ് റിക്സി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നല്ലൊരു വിവാഹ ജീവിതത്തിന് മെന്റർ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കം ഉണ്ടാവില്ല. പക്ഷേ എങ്ങനെ ഒരാളെ കണ്ടെത്തും? ആരായിരിക്കും ഒരു നല്ല മെന്റർ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ തേടുന്നത്. നമുക്ക് ആരംഭിക്കാം. യെസ്, എന്ന് തോന്നുന്നു ഡിജോ, എന്തായിരിക്കും ഒരു നല്ലൊരു മെന്ററിന് വേണ്ട ഗുണം എന്തായിരിക്കും? അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ശീലങ്ങളുള്ള ഒരാളായിരിക്കും എനിക്ക് റോൾ മോഡലായിട്ട് അങ്ങനെ ഒരു മെന്ററിങ്ങിലേക്ക് വരാൻ. പ്രത്യേകിച്ച് തെളിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് അല്പം കഴിക്കുന്ന സ്വഭാവമുണ്ട്. അല്പം മദ്യം കഴിക്കുന്ന സ്വഭാവം. അത് റിക്സി വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അല്പം അല്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്ന ഒരാൾ. അവിടെ 2 പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത്. പക്ഷെ അത് പിന്നീട് മനസ്സിലാവാൻ ആദ്യം റിക്സി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ റിക്സിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ മുഴുവൻ പോവും, എനിക്ക് വേറെ ആരും കൂട്ടില്ലാണ്ടാവും. അതെ. പക്ഷെ പിന്നീട് അതിലേക്ക് മാറ്റം വരുന്ന സമയത്ത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് തമ്പുരാനായിട്ട് നമുക്കൊരു നല്ലൊരു മെന്റർ ദമ്പതിയെ തന്നെ ദമ്പതിയെ കിട്ടി. ഓക്കെ. എങ്ങനെ നമുക്ക് നല്ലൊരു ആ മെന്ററിന്റെ ഒരു ഗുണം എന്തായിരിക്കും? ആള് കഴിക്കില്ല. മാത്രമല്ല ആ ഒരു കുടുംബജീവിതം ഭംഗിയായിട്ട് അവർ പോണ കണ്ടപ്പോൾ എനിക്ക് ഹാപ്പിയായി. എനിക്ക് അതിലേക്ക് ഒരു മാറ്റം വരുത്താൻ വളരെയധികം ഉപകരിച്ചു. അപ്പൊ നല്ലൊരു വിവാഹ ജീവിതം നയിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ദമ്പതിയോ ആയിരിക്കണം നല്ലൊരു മെന്റർ, അല്ലേ? തീർച്ചയായിട്ടും ദമ്പതികൾ തന്നെയായിരിക്കും മെന്റർ എന്നാണ് എൻ്റെ സജഷൻ. അത് വേണം. ദമ്പതികൾക്ക് ദമ്പതികൾ തന്നെ മെന്റർ വേണം. അതാണോ നല്ലത്? അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ എനിക്ക് ചിലപ്പോ ഡിജോനോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്റേതായ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടല്ല, ഒരു ലേഡി ആയിട്ട് പറയുമ്പോ അവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ആ വിഷമം എന്താണെന്നോ അതിന്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. എപ്പോഴും ഒരു ദമ്പതി കപ്പിൾസ് ആയിരിക്കണം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ദമ്പതിയെ മെന്റർ ചെയ്യാൻ ഒരു ദമ്പതി തന്നെയാണ് നല്ലത്. കാരണം 2 സ്ഥലത്തും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനും അതുമാത്രമല്ല അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു പ്രചോദനം ലഭിക്കാനായിട്ട് കാരണമാകും, അല്ലേ? അപ്പോൾ നല്ലൊരു അനുഭവമുള്ള ഒരാളായിരിക്കണം, ഒരു ദമ്പതി ആയിരിക്കണം നല്ലൊരു മെന്റർ. അതാണ് നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പറയുമ്പോൾ ഷൈനി. മെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളെ സംസാരിക്കുമ്പോൾ ആ വ്യക്തികൾ നമ്മൾ കേൾക്കുന്നവരായിരിക്കണം. വളരെ കറക്റ്റ്.
കേൾക്കുന്ന വ്യക്തികളായിരിക്കണം. ആ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റാരോട് പറയില്ല എന്ന് അത് ശരി. വളരെ പ്രധാനപ്പെട്ട കാര്യം, കോൺഫിഡൻഷ്യൽ ആയിട്ട് പലതും നമ്മുടേതായ പ്രൈവസിപ്പെട്ട കാര്യങ്ങളായിരിക്കും അവരോട് സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള വിള്ളലുകളായിരിക്കാം നമ്മളോട് അവരോട് സംസാരിക്കുക. ആ സമയത്ത് അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പം അങ്ങനെ നമ്മളൊരു മെന്ററെ നോക്കി കാണുമ്പോൾ അവര് മറ്റുള്ളവരോട് പറയില്ല എന്നും മുൻവിധിയോടെ നമ്മളെ കാണൂല, നമ്മളെ നന്നായിട്ട് കേൾക്കുന്ന വ്യക്തികളായിരിക്കും. നമുക്ക് ആവശ്യമായത് അവർ പറഞ്ഞു തരും എന്നുള്ളൊരു ബോധ്യം ഉള്ളവരായിരിക്കണം മെന്റർ. അപ്പൊ നന്നായിട്ട് കേൾക്കുന്നവരും അതോടൊപ്പം തന്നെ നല്ല വിശ്വാസ്യത ആർജിച്ചവരും അല്ലേ? അതായത് വിശ്വാസ്യത ആർജിക്കണം എങ്ങനെയാ? ഒരു കാര്യം പറഞ്ഞാൽ പുറത്ത് വേറെ ഒരാളത് അറിയില്ല അല്ലേ? ആ രഹസ്യാത്മകത അത് സൂക്ഷിക്കും അവര് അല്ലെ? വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വളരെ ബലഹീനത, അതായത് നമ്മുടെ മുറിവ് നമ്മൾ എല്ലായിടത്തും പോയി തുറന്നു വെക്കാറില്ലല്ലോ. അത് നമ്മൾക്ക് ഒരു ഹീലിംഗ് കിട്ടും എന്നുള്ളിടത്ത് മാത്രമല്ലേ നമ്മൾ തുറന്നു വെക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ പോലെയാണ് ഈ മെന്റർ അല്ലെ? നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മുടെ നമ്മുടെ ഒരു പക്ഷെ മറ്റാരോടും പറയാൻ പറ്റാത്ത രോഗം പോലും അവരോട് നമ്മൾ പറയില്ലേ? കാരണം നമുക്കൊരു സൗഖ്യം കിട്ടും എന്നൊരു പ്രതീക്ഷയില്. ആ ഒരു വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക്? ഇവര് പറഞ്ഞു ഒരു വ്യക്തിയേക്കാൾ നല്ലത് ഒരു ദമ്പതി തന്നെയാണ് മെന്റർ എന്ന്. അത് നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണോ? അത് തന്നെയാണ്. കാരണം നമ്മുടെ അടുത്തേക്ക് ഒരു ദമ്പതിയായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ചില സമയത്ത് അവരെ പേഴ്സണലി ഇരുത്തി സംസാരിക്കേണ്ടതായിട്ട് വരും. ഈ പേഴ്സണലായിട്ട് ഇരുത്തി സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ദമ്പതികളായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്കും കംഫർട്ടായിട്ട് സംസാരിക്കാൻ നമ്മൾ പറ്റും. ഈ ഒറ്റയ്ക്കൊരു ഭാര്യ കടന്നു വരുമ്പോ ഭർത്താവ് ചിന്തിക്കും, അയ്യോ അവള് പോയിട്ട് എന്താണാവോ പറയാൻ പോണേ. ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുമ്പോ ആ സമയം നമ്മൾ ദമ്പതിയായിട്ടാ ഇരിക്കണമെങ്കിൽ ആ ഭർത്താവിന് ഭാര്യയെ തനിച്ചു വിടാൻ പേടി ഉണ്ടാവില്ല. ആ വരുന്ന ഭാര്യയ്ക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും പറ്റും. അതായത് പരസ്പരം ഒരു അതിർത്തി പാലിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഒരു പുരുഷനാണ് ഒരു ദമ്പതിയെ മെന്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ചില ലിമിറ്റേഷൻസ് വരാം, നിർബന്ധമില്ല, വരാം. അതുപോലെ ഒരു സ്ത്രീ ആണെങ്കിലും അതൊക്കെ ചിലപ്പോൾ വരാം. ഐ മീൻ ആ അതിർത്തി ഭേദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതാണെങ്കിൽ നമ്മൾ സേഫാണ് അല്ലെ? ഒരു ഭാര്യയും ഭർത്താവും, അപ്പുറത്തും ഭാര്യയും ഭർത്താവും, വളരെ മനോഹരമായ ഒരു മെന്ററിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നല്ലൊരു മെന്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇപ്പൊ ഇവിടെ ഓൾറെഡി 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവര് 2 ഫാമിലിയും പറഞ്ഞവരോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഞാൻ വിവാഹ ജീവിതത്തിന് പുറത്തു നിന്നുള്ള ആളുകൾക്കും മെന്റർ ആവാൻ പറ്റും. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള വൈദികര്, സിസ്റ്റേഴ്സ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവരുടെ ഒരുപാട് ഉപദേശങ്ങൾ ഗുണകരമായി മാറിയിട്ടുണ്ട്. കാരണം ഞാൻ CML സംഘടനയിൽ കൂടി വളർന്നു വന്ന ഒരാളാണ്. അപ്പൊ അവരിൽ നിന്നുള്ള ഒരുപാട് ഉപദേശങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു രോഗിയല്ലല്ലോ വേറൊരു രോഗിനെ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇവിടെ വേണ്ടത് മെന്റർ അത് വിശ്വസ്തനായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് നയിക്കാൻ ലക്ഷ്യപ്പെട്ടിട്ടുള്ള ആളാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ അവസാനം മെന്റലായി പോകും. മെന്റർ വന്ന് നമ്മൾ മെന്റലാവും. ഓക്കെ, എന്ത് പറയുന്നു ഷൈനി? വൈദികൻ കുമ്പസാര രഹസ്യം എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ സൂക്ഷിക്കുന്ന ആള് തന്നെ ആയിരിക്കണം മെന്റർ എന്നാണ്. പിന്നെ അതുപോലെ ഈ വരുന്നവര് നമ്മുടെ വെൽവിഷേഴ്സ് ആയിരിക്കണം. ചിലപ്പോ അവര് ഈ ദൈവമുള്ളിടത്ത് സാത്താനും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോ അവര് വഴിതെറ്റിക്കാനും ശ്രമിച്ചേക്കാം. തിരഞ്ഞെടുക്കുമ്പോൾ നമ്മള് നല്ല പരിചയമുള്ളവരും അതുപോലെ അവർ അങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പുള്ളവരെയും മാത്രം നല്ല ക്വാളിറ്റീസ് ഉള്ളവരെ, നല്ല വെർച്വസ് ലൈഫ് നയിക്കുന്ന ആൾക്കാരായിരിക്കണം. അവരും അതുപോലെ ആയിരിക്കണം. നല്ലൊരു ആത്മീയ അടിത്തറ ഉള്ളവരും ആയിരിക്കണം, നല്ല ജീവിതം നയിക്കുന്നവരും ആയിരിക്കണം. ഇപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിലും ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സുഹൃത്തുണ്ടായിരുന്നു ചേട്ടന്, പുള്ളി ചേട്ടന്റെ കല്യാണത്തിന് മുൻപ് ചേട്ടനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, നീ കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, എൻ്റെ സ്വഭാവവുമായി യോജിച്ചു പോകുന്ന ഒരു കുട്ടി എനിക്ക് കിട്ടണം. അങ്ങനെ മാത്രം നീ പ്രാർത്ഥിച്ചാൽ മതി, സമ്പത്തോ സൗന്ദര്യമോ വേറെ ഒന്നും അങ്ങനെ പറഞ്ഞു എന്ന് ചേട്ടൻ പറയാണ്. അപ്പൊ അന്ന് തുടങ്ങി ചേട്ടൻ അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന്. അപ്പൊ അങ്ങനെ അത് കല്യാണത്തിന് മുമ്പാണെങ്കിലും അതും ഒരു വിധത്തിലൊരു മെന്ററിങ് ആണ്. അപ്പൊ അതുപോലെ നമുക്ക് വിവാഹത്തിന് ശേഷം അതുപോലെ പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും ആയിരിക്കണം എന്നതാണ്. അപ്പൊ അതിനിപ്പോ വിവാഹിതരാകണമെന്ന് നിർബന്ധമില്ല. വൈദികര്, സിസ്റ്റേഴ്സ് മാത്രമല്ല, ചിലപ്പോൾ നല്ലൊരു സൈക്കോളജിസ്റ്റ്, ആര് വേണമെങ്കിലും, ഒരു തെറാപ്പിസ്റ്റ് അല്ലെ, മനഃശാസ്ത്രമൊക്കെ പഠിച്ചേക്കണം, ഇതിനെ കുറിച്ചൊക്കെ കുറെ തിയറിറ്റിക്കൽ നോളജ് ഉള്ള ചില ആൾക്കാർക്ക് വ്യക്തിയുടെ സ്റ്റാറ്റസ് അല്ല മറിച്ച് ആ വ്യക്തിയുടെ സ്വഭാവവും ആണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത്. അതെ, അതായത് അദ്ദേഹത്തിന് നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. കഴിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്,
അത് ഒരാളുടെ പക്ഷത്ത് ചേരാതെ ന്യൂട്രലായി നിന്നിട്ട് ഇതിനെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു കഴിവ് അദ്ദേഹത്തിന് വേണം, അല്ലേ? ഇപ്പൊ ഒരു സ്ത്രീയാണ് മെന്ററായിട്ട് വന്നതെന്ന് കരുതുക, മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഷൈനി വർഗീസിനെ കുറിച്ച് ഇങ്ങനൊരു നെഗറ്റീവ് കമന്റ് പറയണം, അയാൾ ഇങ്ങനെ പെരുമാറുന്നത് വളരെ റഫ് ആൻഡ് ടഫാണ്, എനിക്കത് താങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഈ സ്ത്രീ ഷൈനിയോട് പറയാണ്, അല്ലെങ്കിൽ അത് ഈ പുരുഷന്മാർ ശരിയല്ല എന്ന് പറഞ്ഞാൽ പോയി നമ്മുടെ മെന്ററിങ് അപകടത്തിലാവും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെന്റലാവും. ശരിയല്ലേ? അതിന് പകരം വളരെ നന്നായിട്ട് ഗൈഡ് ചെയ്ത് അതിനൊരു കഴിവ് വേണം, സ്കില്ല് വേണം. അപ്പൊ ഈ പറഞ്ഞ സ്പിരിച്വൽ ആയിട്ട് വളർന്ന വൈദിക അല്ലെങ്കിൽ സന്യസ്ത അവരാണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ സൈക്കോളജിസ്റ്റ് അത്തരത്തിലുള്ളവരാണെങ്കിലും ശരി, വളരെ നല്ലൊരു ഓക്കെ, ഗുഡ്, കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായത്തിലോ? എന്റെ അഭിപ്രായം ഇവര് രണ്ടുപേരും എല്ലാവരും പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം ദമ്പതികളൊക്കെ ആകുമ്പോൾ ഞങ്ങള് ഇരിക്കുന്നവരാണ് അങ്ങനെ ഒത്തിരി പേർക്ക് വേണ്ടി ഒത്തിരി മറ്റുള്ളവരെ മെന്റർ ചെയ്യുന്നവര്. അപ്പൊ നമ്മള് അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോ സാർ പറഞ്ഞതുപോലെ അവർക്കും ഫ്രീഡം ഉണ്ട്, നമുക്കും ഫ്രീഡം ഉണ്ട്. നമ്മൾ അനുഭവിക്കും. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് എല്ലാരും കാണാറുള്ളൂ, കപ്പിൾസ് ആയിട്ടുള്ളവരെല്ലാം. അപ്പൊ നമുക്ക് പരസ്പരം ആ ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് മാത്രമല്ല, ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ അത് നല്ലതായിരിക്കും. കൂടുതൽ വളരണമെങ്കിൽ ഇപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ചവര്, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഒത്തിരി അച്ഛൻ നടത്തിയ പോലെ ഒന്നും ഗവേഷണങ്ങളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങളെ നടത്തുന്നത്. ചെറിയ ബാലപാഠങ്ങൾ, അല്ലെ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ചെറിയ പാഠങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ ഗൗരവമായ തലങ്ങൾ അച്ഛനെ പോലെയുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചുകൊണ്ട് പഠിച്ചവരാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഒത്തിരി വാല്യുബിൾ ആണ്, കൂടുതൽ വളരാനും നമ്മളെ വളർത്താനും. അപ്പൊ അതുകൊണ്ട് ദമ്പതികൾക്ക് മാത്രമല്ല, വൈദികർക്കും സന്യസ്തർക്കും നമ്മളെക്കാൾ ഏറെ ഈ വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്ത സ്കില്ലുള്ളവർക്കും നല്ല സമഗ്രത, അതായത് ഒരു ക്രെഡിബിലിറ്റി, അതെ, അല്ലേ? നമുക്കൊരു വിശ്വാസ്യത, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു വ്യക്തി സാക്ഷ്യ ജീവിതം ഉണ്ടാവണം. അത് നല്ലതായിരിക്കും, അല്ലേ? ഓക്കെ, പിന്നെ അവർക്ക് വേണ്ട വേറെ എന്തെങ്കിലും ഗുണം പ്രത്യേകിച്ച്? അച്ഛാ, എനിക്ക് ഈ പറഞ്ഞ എല്ലാ അഭിപ്രായത്തോടും ഞാനും യോജിക്കുന്നുണ്ട്. ഈ വിവാഹിതരായിരിക്കണം, കപ്പിൾസ് ആയിരിക്കണം ഒരു നല്ല മെന്ററെന്ന് അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. ഒരു സൈഡ് അങ്ങനെയാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കപ്പിളിനെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അച്ഛന്മാരും അല്ലെങ്കിൽ ഞങ്ങളുടെ അതെ എൽഡർ ചേട്ടൻ അവരൊക്കെയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് അതിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. ഇപ്പം അനുചേട്ടൻ പറഞ്ഞതുപോലെ അവരതിനകത്ത് കൂടുതൽ പഠിച്ചവരും അങ്ങനെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോലും ഈവൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇവർ ഒക്കെ പറഞ്ഞതുപോലെ ഈ കപ്പിളായിട്ട് ചെല്ലുമ്പോൾ ഉള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പം പിന്നെന്താ, ഒരു സ്ത്രീക്കാണെങ്കിൽ അവരുടെ പ്രൈവസി ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, രണ്ടുപേരും വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുകയായിരിക്കും. എവിടെ നിൽക്കാത്തൊരു സ്റ്റേജ് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും മാറ്റും. എന്നിട്ട് അനുചേട്ടൻ അദ്ദേഹത്തോട് സംസാരിക്കും, ഞാൻ ആ സ്ത്രീയോട് സംസാരിക്കും. അപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, പുരുഷനെ മനസ്സിലാക്കാൻ പറ്റും. സ്ത്രീക്ക് സ്ത്രീയെ മാത്രമല്ല. ഇപ്പോൾ അവർ പറയും, പിന്നെ എന്താ ചേച്ചി, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ എൻ്റെ വിഷമം മനസ്സിലാകുമല്ലോ എന്ന് പറയുമ്പം തിരിച്ച് ഞാൻ പറയാറുണ്ട്, പുരുഷനെ മനസ്സിലാകും, ഈ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു കപ്പിള് ചെയ്യുമ്പം അതിന്റെ ബ്യൂട്ടി ഉണ്ട് ശരിക്കും. അങ്ങനെ കിട്ടിയാൽ അത് ഭാഗ്യം. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ഈ ചിലപ്പോ വിവാഹ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വിവാഹത്തിന് മുമ്പേ തന്നെ ചില സുഹൃത്തുക്കൾ ഉണ്ടാവും. ആ സുഹൃത്തുക്കൾ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ മെന്ററായി വരാനുള്ള ഒരു സാധ്യത ചിലപ്പോൾ ഉണ്ട്. ഐ മീൻ ആരുടെയെങ്കിലും ഒരാളുടെ സുഹൃത്തായിരിക്കും. ചിലപ്പോൾ ഭർത്താവിൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ സുഹൃത്ത്. ചിലപ്പോൾ വിജയിക്കാൻ, ചിലപ്പോൾ അത് വഴിതെറ്റാനും സാധ്യത ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരു സമ്മതം വേണ്ട ഈ കാര്യത്തിൽ, അല്ലേ? അതായത് രണ്ടുപേർക്കും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന, രണ്ടുപേർക്കും ഒരുപോലെ സമ്മതം ഉണ്ടാകുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ദമ്പതിയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ അല്ലെങ്കിൽ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും അല്ലേ നല്ലൊരു മെന്ററായിട്ട് വരാൻ സാധിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ ഭർത്താവിന് അയാളെ വളരെ ഇഷ്ടമാണ്, അയാൾ പറയുന്ന ഉപദേശം വലിയ കാര്യമായിട്ട് തോന്നിക്കണം, പക്ഷെ ഭാര്യയ്ക്ക് ഒന്നും തോന്നുന്നില്ല. മാത്രമല്ല അയാൾ ചിലപ്പോൾ ഭാര്യയോട് പെരുമാറുന്നതിൽ തന്നെ ചില എന്തോ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടോ എന്ന് സംശയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ പ്രശ്നമാവും. ഓക്കെ, അതുകൊണ്ട് രണ്ടുപേരും എഗ്രി ചെയ്യുന്ന ഒരാളായിരിക്കും വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു മെന്റർ ആവണമെന്നുണ്ടെങ്കിൽ നല്ല വിശ്വാസ്യതയുള്ള ഒരാളായിരിക്കണം, കഴിവുള്ള ഒരാളായിരിക്കണം. മാത്രമല്ല തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം പകരുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റത്തിന് ഉടമയായിരിക്കണം, നല്ലൊരു സാക്ഷ്യം നൽകുന്ന ഒരാളൊക്കെ ആയിരിക്കണം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരാളെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ച്? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടിയത്?
നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു ദമ്പതിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളിത് എങ്ങനെ അങ്ങനെ ഒരാളിലേക്ക് എത്തിയെന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാവോ? ഞങ്ങൾ അതിലേക്ക് എത്താനുണ്ടായ കാരണം ഇവിടെ കറുട്ടിയിൽ ഒരു നസ്രത്ത് ധ്യാനകേന്ദ്രമുണ്ട്. ഞങ്ങൾ ആ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെ കപ്പിൾസ് റിട്രീറ്റ് കൂടിയതിന് ശേഷമാണ് മാറ്റം വന്നത്. അവിടുത്തെ സിസ്റ്റർ നമ്മൾ ഒരുപാട് റിഫൈൻ ചെയ്യാനായിട്ട് സഹായിച്ചു. പക്ഷെ ആ മാറ്റം വരുമ്പോൾ അതിൽ നിലനിൽക്കണമെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കുറച്ച് ബന്ധങ്ങളുണ്ട്. ഈ ബന്ധത്തിലേക്കാണ് തിരിച്ച് ധ്യാനേന്ദ്രത്തിൽ നമ്മൾ പോകുന്നത്. ആ ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമുക്കത് നിലനിൽക്കാനായിട്ട് പുതിയ കൂട്ട് ആവശ്യമാണ്. കാരണം സിറ്റുവേഷൻ പഴയത് തന്നെയാണ്. കൃപയിലുള്ളവരുടെ കൂട്ട് വേണം. അപ്പോൾ ഞങ്ങൾ മാത്രം മാറ്റും. അവിടെ സിസ്റ്റേഴ്സ് ജെൻസിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഞങ്ങൾ അങ്ങനെ പോകാൻ തുടങ്ങി. പിന്നെ ആ ദമ്പതി അതിൽ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിൻ്റെ അവരുടെ ദാമ്പത്യ ജീവിതവും നല്ല രീതിയിൽ കണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അവരുടെ ഭവനത്തിൽ പോകാനും അങ്ങനെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് അവർ രണ്ടുപേരോട് ഒരുമിച്ച് കടന്നു വന്നാണ്. അങ്ങനെയാണ് നിങ്ങൾ ഒരു കപ്പിൾ ദമ്പതി, ഒരു ദമ്പതി മെന്ററിനെ കണ്ടെത്തണത്. തീർച്ചയായിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ ധ്യാനത്തിന് പോയതാണ് ഇപ്പോൾ ഒരു കാരണം. ഞങ്ങളുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരോട് ഒരു ധ്യാനത്തിന് പോയി, അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പൊ ധ്യാനത്തിന് പോയപ്പോൾ വെറുതെ ഒരു ധ്യാനം കൂടി തിരിച്ചു പോരുക എന്ന് മാത്രമല്ല, ഈ കൃപയിൽ നിൽക്കാൻ പറ്റിയ ഒരാളെ കിട്ടണമെന്നൊരു താല്പര്യവും നിങ്ങൾക്ക് ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം എനിക്ക് കൂടെ ഒരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഒരു ഫോളോ അപ്പ് ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ഒരാളാണ്. കാരണം അവിടെ 4ാമത്തെ ധ്യാനമാണ് ഞാൻ ഷെറിൻ സിസ്റ്ററിന്റെ അടുത്ത് കൂടുന്നത്. 3 ധ്യാനം കഴിഞ്ഞിട്ട് സംഭവിക്കാത്ത മാറ്റമാണ് 4ാമത്തെ ധ്യാനത്തിൽ വന്നത്. അത് ശരി. ഓക്കെ, അഭിപ്രായം തന്നെയാണോ റിക്സിയുടെ അഭിപ്രായം? അതെ, ഡിജോനെ സംബന്ധിച്ച് ഡിജോന്റെ ഒരു പ്രശ്നം ഇതായിരുന്നു. ഇപ്പൊ ഡ്രിങ്ക്സ് കഴിക്കണത് നിർത്തി കഴിഞ്ഞാല് വേറെ എന്തെങ്കിലും ഫ്രണ്ട്സ് ആളുടെ ഫ്രണ്ട്സിന് നഷ്ടപ്പെടും. അതായിരുന്നു സങ്കടം. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് കിട്ടിയൊരു ഉപകാരം, ആ പഴയ ഫ്രണ്ട്സും ഉണ്ട്, പ്ലസ് ആഡിങ് കുറെ ഫ്രണ്ട്സിനെയും കൂടെ കിട്ടി. അപ്പൊ ശരിക്കും പഴയവരൊക്കെ നമ്മുടെ ജീവിതത്തെ കണ്ട് അവര് ഒരുപാട് മാറി തുടങ്ങി. പിന്നെ ഈ പുതിയ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മളും ഒരുപടി കൂടുതലായിട്ട് ദൈവത്തെ ആത്മപ്പെട്ട് വളരാൻ തുടങ്ങി. അപ്പൊ നല്ലൊരു മെന്ററെ കണ്ടെത്തണമെങ്കിൽ ഒരു ധ്യാനത്തിന് പോയാൽ മതിയല്ലേ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ധ്യാനം ഒരു നിമിത്തമായിരുന്നു. അത് തന്നെ. കാരണം ഈ ധ്യാനത്തിന് പോകുമ്പോൾ അവിടെ നല്ല ആൾക്കാരെ പരിചയപ്പെടാലോ. അപ്പൊ നല്ല ആൾക്കാരെ പരിചയപ്പെടുന്ന സ്ഥലത്തേക്ക് പോകണമല്ലോ, അല്ലേ? ഇതുപോലെ നല്ല ആൾക്കാർ അവൈലബിൾ ആയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകണമല്ലോ, എന്നാലല്ലേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ചില ദമ്പതികൾ വഴക്കൂടി ജീവിക്കും, പക്ഷെ ഒരു സ്ഥലത്തും പോവില്ല, ഒരു പരിശീലനത്തിനും പോവില്ല, ഒരു ധ്യാനത്തിനും പോവില്ല. അതിന് പകരം ഒരു ധ്യാനം അതുപോലുള്ള നല്ലൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പുതിയ എക്സ്പോഷർ, പുതിയ ബന്ധങ്ങൾ കിട്ടും. അപ്പോൾ നല്ലൊരു മെന്ററെ കണ്ടെത്താനുള്ള ഒരു വഴി ധ്യാനത്തിന് പോകാന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നു വേറെ എങ്ങനെയായിരിക്കും കണ്ടെത്താൻ പറ്റണേ? നമ്മുടെ ഇടവകയിലായാലും നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ചാല് നമ്മള് കുർബാനയൊക്കെ കഴിഞ്ഞു പലരുമായിട്ട് നമ്മൾ സംസാരിക്കും. സംസാരിക്കുന്ന കൂട്ടത്തില് നമുക്ക് ഏറ്റവും അടുപ്പുള്ളവരുണ്ടാവുമല്ലോ. അതെ, ഒരു വേവ് ലെങ്ത് നമുക്ക് തോന്നും. നമ്മുടെ ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ കുടുംബമായിട്ട് കണക്ഷൻ ഉള്ളവരായിരിക്കാം. അവരോട് സംസാരിക്കുമ്പോൾ പലരെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അതെ. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും കേൾക്കാനായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം. കുറച്ചു നേരം കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്തുണ്ട് വിശേഷങ്ങള്, എങ്ങനെയുണ്ട്, മക്കൾ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്ന, നമ്മുടെ കാര്യത്തിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മള് മെന്ററായിട്ട് ഇത് ചെയ്യുമ്പോ പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇടവകയിൽ ശരിക്കും കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം നമ്മുടെ കുടുംബ യൂണിറ്റുകൾ, നമ്മുടെ ആ കൂട്ടായ്മകളിലേക്ക് ചെല്ലുമ്പോഴും നമുക്ക് ആ ഒരു മെന്ററിങ്ങിന്റെ ഒരു ഇത്. അപ്പൊ നമ്മുടെ ഇടവകയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് കുർബാനയിലുള്ള പങ്കാളിത്തം, അല്ലെങ്കിൽ കുടുംബ യൂണിറ്റിലുള്ള പങ്കാളിത്തം, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ അവർക്ക് ചിലർക്ക് നന്മയുണ്ടെന്നും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവരുമായിട്ട് നമുക്കൊരു വേവ് ലെങ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു നല്ലൊരു മെന്ററാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ച് നോക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഇടവകാംഗങ്ങളെ നമുക്ക് മെന്ററാക്കി എടുക്കാനായിട്ട് സാധിക്കും. കാരണം ചിലരൊക്കെ നല്ല കുടുംബജീവൻ നയിക്കുന്നത് നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അവർ മനോഹരമായി നയിക്കുന്നുണ്ടല്ലോ, നമുക്ക് അവരോടൊന്ന് സംസാരിച്ചാലോ. അപ്പോൾ അവർ വന്ന് നമ്മളോട് ചോദിക്കുന്നത് സുഖമാണോ? അപ്പം നമുക്ക് തോന്നി അവർ നമ്മളെ കേൾക്കാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണോ അപ്രമേൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും മെന്ററാകാൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും കഴിവുള്ളവരെ, ഇപ്പം ഈ ഷൈനി പറഞ്ഞതുപോലെ നമുക്ക് ഈ സംഭാഷണത്തിൽ നിന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കാനും കൂടി നമുക്ക് കഴിയും. ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് പറയാനായിട്ട് സൈൻ ബോർഡ് പോലെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാനും നല്ലൊരു മെന്ററെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിൽ ഒരാളാണ്. ഓക്കെ, ഗുഡ്. എന്ത് പറയുന്നു? നല്ലൊരു മെന്ററെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നല്ലൊരു മെന്ററെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഇത് മാർക്കറ്റിലുള്ള സംഭവം ഇരിക്കുമ്പോ തെരഞ്ഞെടുത്തുകൊണ്ട് വരാൻ പറ്റും. ഞാൻ അങ്ങനെ എന്റെ ലൈഫിൽ അങ്ങനെ അധികം മെന്ററുടെ കൂടെ പോയിട്ടില്ല. ഞാൻ എന്റെ ലൈഫിന്റെ ആരംഭഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ചെറുപ്പം തുടങ്ങിയ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് കണക്ഷൻ ആയിരുന്നു.
അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ അവരോട് പറയുമ്പോൾ അവരിങ്ങനെ പലരും ഉപദേശിക്കുന്നതും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അവരോടാണ് പറയാറ്. ഇപ്പൊക്കെ ചെയ്യുന്നത് ഒരു 90% കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ ഷെയർ ചെയ്യണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവിടെ തന്നെയാണ്. കാരണം നമ്മളൊരു പ്രശ്നം ഉണ്ടാവും, പെട്ടെന്ന് ഒരു ടെമ്പററി എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ശാന്തമായി കഴിയുമ്പോൾ ഈ ഇപ്പുറത്തെ വശത്തിരുന്നുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ സുഹൃത്ത് പറഞ്ഞ പോലെ ഇപ്പുറത്തെ വശത്തിരുന്നുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തും പോരായ്മ മനസ്സിലാവും. അപ്പൊ അത് ഇവിടെ ഷെയർ ചെയ്ത് തീർക്കാന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മെൻറോട് ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്. അത് ഈ നാട് മുഴുവൻ അറിയണ രീതിയിലേക്ക് പോകുന്ന നല്ലത്. പങ്കാളികളുടെ ഇടയിൽ തന്നെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മെൻറർ വേണ്ടേ? വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞ, അത് ആരംഭഘട്ടത്തിൽ ആവശ്യമാണ്. വിശ്വസിക്കാവുന്ന ആളുകളായിരിക്കണം. അല്ലാതെ ഇപ്പൊ കുടുംബ യൂണിറ്റ് ചെന്ന് ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് അവരോട് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് അതിനെല്ലാം പരിഹാരം കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത് കണ്ടെത്താൻ പറ്റുന്ന ആളുകളെ നമ്മള് സമീപിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എങ്ങനെ നമുക്കൊരു നല്ലൊരാളെ കണ്ടെത്താനായിട്ട് പറ്റും? കണ്ടെത്താന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ അച്ഛനെ പോലുള്ള ആളുകൾ, ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകളുടെ ജീവിതം നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നേരത്തെ വരീസേട്ടൻ പറഞ്ഞു ഞാൻ കുറച്ചുകൂടിയൊക്കെ വളർന്നു വന്നത് ഒരു CML ബാക്ക്ഗ്രൗണ്ടില്. അപ്പൊ കുറെ അച്ഛന്മാരായിട്ട് പരിചയപ്പെട്ടു, സിസ്റ്റേഴ്സ് ആയിട്ട് പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെ അവരുമായിട്ടൊരു ബന്ധത്തിലൂടെയും നമുക്ക് നല്ലൊരു മെന്ററെ കണ്ടെത്താൻ പറ്റും. അവർ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവരിൽ നമ്മൾ വിശ്വസിക്കണം പറയാം. പറയാൻ പറ്റും. അല്ലെ പെട്ടെന്ന് മെന്റർ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ. പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ മെന്ററിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് മാത്രമല്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഈ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ കൂടുതൽ നന്നായിട്ട് ഇപ്പൊ ദൈവരാജ്യം വളർത്തണം, അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷിക്കണം, കുറച്ചുകൂടി മനോഹരമായിട്ട് ജീവിക്കണം. അതിനൊക്കെ നമുക്ക് ഗൈഡൻസ് എടുക്കാനായിട്ട് ഒരു മെന്ററിന്റെ സഹായം ഗുണകരമായിരിക്കും. അപ്പൊ ലൈഫ് ലോങ്ങിൽ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഒരു മെന്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരാം. കാരണം നമുക്കൊരു തുടക്കത്തിൽ ചിലപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ശുശ്രൂഷ ചെയ്യാനായിട്ട് നല്ലൊരു സ്പിരിച്വൽ ഫാദർ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറേയേറെ കാര്യങ്ങളിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കും. ഓക്കെ, എന്ത് പറയുന്നു ഷൈനിയുടെ അഭിപ്രായം? അത് തന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഞാനും വിചാരിക്കണം. ഇപ്പൊ ഇടവകയിൽ നമുക്ക് മാറി മാറി അച്ഛന്മാര് വരണുണ്ട്, സിസ്റ്റേഴ്സ് വരണുണ്ട്. അപ്പം നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടുകയും അവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ചിലരോട് നമുക്കൊരു അതായത് ഈ വ്യക്തിയോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അച്ഛനോട് അല്ലെങ്കിൽ ഈ സിസ്റ്ററിനോട് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നിയാൽ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ കീപ്പ് ചെയ്യുക. ഫോണൊക്കെ ഉണ്ടല്ലോ, അതിലൂടെ നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പം നമുക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അവരോട് പറയുകയാണെങ്കിൽ അത് നന്നായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, ജോലി സ്ഥലമൊക്കെ ആകുമ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പരിചയമുള്ളവരുണ്ടാവും. അപ്പൊ നമുക്ക് ഏകദേശം സ്വഭാവം അവരുടെ മനസ്സിലാവും. അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സർക്കിളിൽ നിന്ന് നമ്മൾ വഴക്ക് മാത്രമല്ലല്ലോ ഷെയർ ചെയ്യണേ, ഏത് കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നാലും എന്തായിരുന്നാലും നമുക്ക് അവരോട് പറയാൻ പറ്റും എന്ന് തോന്നിയാൽ അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന്, നമ്മുടെ പരിചയത്തിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇടവക അല്ലെങ്കിൽ കുടുംബയോഗം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല, ഉണ്ടാകും, അവരിലുണ്ടാകും. എന്നാൽ പോലെ അത് കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും അവര് അത് നമ്മളോട് എപ്പോഴും അങ്ങനെ ഒരു രീതി തുടരണവരായിരിക്കില്ല. അതായത് എപ്പോഴും നമ്മള് എപ്പോഴും കാണുന്നവരാകുമ്പോ ചിലപ്പോൾ നമുക്കൊരു ഫ്രീഡം കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏതായാലും നമുക്ക് സംലഭ്യരാകുന്ന വൈദികര സിസ്റ്റേഴ്സ് അതായിരിക്കും ഏറ്റവും. ശരിക്കും പറഞ്ഞാൽ ഒരു മാരീഡ് ലൈഫിന് ഇപ്പൊ ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് സ്പിരിച്വൽ ഫാദർ ഉണ്ട്, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ഗൈഡ്, അതൊരു വൈദികനാകാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഒരു അൽമായനാകാം, അല്ലെങ്കിൽ ദമ്പതിയാകാം, ആരെങ്കിലും ആകാം. പക്ഷേ അത് നമ്മളെ നയിക്കാനായിട്ട് സഹായിക്കാൻ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നോ നമ്മുടെ പരിചയത്തിൽ നിന്നോ ഒരാളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നല്ലൊരാളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നല്ലൊരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് നേരത്തെ സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യം. നമുക്ക് അങ്ങനെ അവൈലബിൾ ആകുന്ന ഒരു കുറവാണ്, ഈ പറഞ്ഞ ക്വാളിറ്റി എല്ലാം ഉള്ള. പക്ഷെ എന്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തെക്കാളധികം തമ്പുരാന്റെ ആവശ്യമാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കൂട്ടിച്ചേർത്തൊരു ദൈവം ഇതിനകത്ത് നമ്മളെ നയിക്കാനുള്ളവരെ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായാൽ അത് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാണാം, അന്വേഷിപ്പിങ് കണ്ടെത്തും. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടായാൽ ദൈവത്തിന്റെ ആഗ്രഹമായിട്ട് കൂടിച്ചേരും. നമുക്ക് ആഗ്രഹം ഇല്ലാതെ വന്നാൽ ദൈവം ഒരുക്കി വെച്ചാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെന്ററെ കണ്ടെത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ തീരുമാനിക്കാന്നുള്ളതാണ്. ഒരു മെന്റർ വേണമെന്ന് തീരുമാനിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരും, ദൈവം ഒരുക്കും. അത് ഉറപ്പാ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ സംസാരിക്കുമ്പോൾ ആദ്യത്തെ കുറെ നാളുകളിലോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോഴോ ഒരു മെന്റർ, അതൊക്കെ ബാലപാഠങ്ങളോ അല്ലെങ്കിൽ ഇടയ്ക്ക് ആവശ്യങ്ങൾ വരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം
ഈ കുടുംബം എന്ന ദൈവത്തിന്റെ സ്വപ്നവും എന്താണെന്ന് കത്തോലിക്ക സഭ പഠിച്ചതുപോലെയും പഠിപ്പിക്കുന്നത് പോലെയും ലോകത്ത് ആരും പഠിച്ചും മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ ആരും പോലും അത്രയും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് കുടുംബം. അപ്പോൾ ആ ദൈവം ആഗ്രഹിക്കുന്ന ആ കുടുംബത്തിന് ആരെങ്കിലും അതുപോലെ ഒന്ന് ജീവിച്ച് കാണാൻ എത്രമാത്രം ദൈവം കൊതിക്കുന്നുണ്ടാവും. അത് നമ്മൾ വഴക്കുണ്ടാക്കാതെ ജീവിക്കാനുള്ള ഒരു ജീവിതമല്ല. അതിനൊക്കെ അപ്പുറത്ത് വിശുദ്ധരായവർക്കെല്ലാം അവരുടെ മരണം വരെ ഈ അച്ഛൻ പറഞ്ഞതുപോലെ ആത്മീയ ഉപദേഷ്ടാക്കൾ കാണും. അപ്പോൾ ഈ സഭയുടെ പ്രബോധനങ്ങളെല്ലാം പഠിക്കുമ്പോൾ കൊതിയാണ് അതുപോലെയൊക്കെ ഒന്ന് ആയിത്തീരാൻ. പക്ഷെ നമുക്ക് പരിമിതികളുണ്ട്. നമ്മളെ സഹായിക്കാൻ ആൾക്കാർ വേണം. അപ്പോൾ അതുകൊണ്ട് ആ തലങ്ങൾ മാറാൻ ഇത് നമ്മളെ ഒത്തിരി സഹായിക്കും. ഓക്കെ, ഗുഡ്. മഞ്ജുര അഭിപ്രായം? മെന്ററെ കണ്ടെത്തുക എന്ന് പറയുമ്പം ഞങ്ങൾ ഇങ്ങനെ പോയി കണ്ടെത്തിയതൊന്നുമല്ല. ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾക്ക് 2 പേരാണുള്ളത്. ഒന്ന് ഞങ്ങളുടെ ആനിമേറ്റർ അച്ഛനും പിന്നെ ഞങ്ങളുടെ ഒരു ചേട്ടനും. അപ്പം ഇവരെ ഞങ്ങൾ വിവാഹശേഷം ഒരു മെന്റർ വേണം എന്നൊക്കെ വിചാരിച്ച് പോയി കണ്ടെത്തിയതല്ല. ഇവരുമായിട്ട് ഞങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് തൊട്ടേ നല്ലൊരു ഇന്റിമസി ഉണ്ടായിരുന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞ ആ വേവ് ലെങ്ത് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സാധനം ഞങ്ങളുടെ ഇടയിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ ഈ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പം അല്ല, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുന്ന ആൾക്കാരെ കർത്താവ് കൂട്ടിച്ചേർത്തതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ നല്ല മോഡലായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മൾ ഇത്രയും നേരം നടത്തിയ ചർച്ചയിൽ നിന്ന് വെളിച്ചം കണ്ട ഒരു കാര്യം ഇതാണ്. നല്ല ഒരു മെന്റർ ഉണ്ടെങ്കിൽ വിവാഹ ജീവിതം മനോഹരമാകും. ആ മെന്ററിന് വേണ്ട ഗുണങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, എങ്ങനെ കണ്ടെത്താമെന്ന് ഇവർ സംസാരിച്ചു. അങ്ങനെയുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നല്ലൊരു മെന്റർ വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് ധ്യാനത്തിന് പോവുക. അവിടെ നല്ല ആൾക്കാരെ പരിചയപ്പെടാം, അല്ലെങ്കിൽ ഇടവകയിലേക്ക് ഇറങ്ങുക, സുഹൃത്തുക്കളിലേക്ക് ഇറങ്ങുക. നല്ല മനുഷ്യരെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓരോ പ്രായത്തിനനുസരിച്ച് അതിന് പറ്റിയ രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു മെന്ററിനെ കണ്ടെത്തി ഈ കുടുംബജീവിതം മനോഹരമാക്കാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. ഞാനത് പറയുമ്പോൾ ഓർക്കണത് വടക്ക് നോക്കിയന്ത്ര സിനിമയിലെ ശ്രീനിവാസനെയാണ്. ശ്രീനിവാസൻ തമാശ പറയാൻ വേണ്ടി ജോലി സ്ഥലത്ത് നിന്ന് ഭാര്യ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. ഒരു തമാശ ഞാൻ ഇപ്പൊ ഓർത്തതാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഭാര്യയെ കണ്ട തമാശ പുള്ളി പറയണേ. പുള്ളി തന്നെ പറയും, പുള്ളി തന്നെ ചിരിക്കും. ഭാര്യ അന്തം വിട്ടോണ്ട് ഇങ്ങനെ നിൽക്കാം. തമാശ പറയുമ്പോ വേറൊരു തമാശയാണ്, കുഴപ്പമില്ല. പങ്കാളിയെ കളിയാക്കുന്ന തരത്തിലൊരു തമാശയാണെങ്കിൽ പങ്കാളിയെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഇപ്പൊ ഞങ്ങള് തമ്മിലൊരു സൗന്ദര്യപ്പണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മോൻ കണ്ടു കഴിഞ്ഞാൽ മക്കള് ഈ പറഞ്ഞ മാതിരി മോള് പെട്ടെന്ന് ഉൾക്കൊള്ളുന്നത് ഇന്ന് 2 പേരും കൂടി എന്താണല്ലോ ഇവൾക്ക് അലുവ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നോട് ഒരിക്കൽ പറയാണ്, ചേട്ടാ വരുമ്പോ ഇത്തിരി അലുവ മേടിച്ചുകൊണ്ട് വന്നു പറയാണ്. അപ്പൊ ഞാൻ നല്ല വർഷക്കാലം, നമ്മൾ ചേട്ടാ ഈ വർഷക്കാലാണ് അലുവ കിട്ടില്ല. അപ്പൊ ആളെ വിശ്വസിച്ചു പിള്ളേരെ അപ്പ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ?